ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിന്റെ ഭാഗമായി 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലെന്ന നിബന്ധന വന്നാൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്കുണ്ടാകുന്നത് കനത്ത സാമ്പത്തിക നഷ്ടം. 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ വീണ്ടും ഉപയോഗിക്കാനായി റിന്യൂ ചെയ്ത വകയിൽ വലിയ തുകയാണ് ഓരോ ഉടമകൾക്കും ചിലവായിട്ടുള്ളത്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നിരവധി ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമരസമിതി സമരവും പ്രഖ്യാപിച്ചു. പരിഷ്കരണം നടപ്പിലായാൽ വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് സർക്കാർ ഉണ്ടാക്കുന്നത്. പുതിയ ഉത്തരവ് പ്രകാരം 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ഉപയോഗിക്കാൻ പാടില്ല. എന്നാൽ കാലാവധി കഴിഞ്ഞ വാഹനങ്ങൾ തുടർന്ന് ഉപയോഗിക്കാൻ വേണ്ടി വാഹനങ്ങൾ റിന്യൂ ചെയ്ത വകയിലും റോഡ് ടാക്സ് അടച്ച വകയിലും ഉടമകൾക്ക് ഇതിനോടകം പണം ചിലവായിട്ടുണ്ട്. ഇത്തരത്തിൽ 5 വർഷത്തേക്ക് മുൻകൂറായി ഫീസും ടാക്സും അടച്ച ശേഷം വാഹനങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ലെന്ന് പറയുന്നത് അംഗീകരിക്കില്ലെന്ന് ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നു. ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന വണ്ടികൾ 15 വർഷം കഴിഞ്ഞ വണ്ടികൾ പാടില്ല എന്നാണ് 4/2024 ഒരു സർക്കുലർ വന്നത്. ഈ 15 വർഷം കഴിഞ്ഞ വണ്ടികൾ മുൻകൂട്ടി 5 വർഷത്തെ ടാക്സും അതേപോലെ തന്നെ വണ്ടി ഫിറ്റ്നസ്, അതായത് ബ്രേക്ക് എടുത്ത് MBI ഓക്കെ പറഞ്ഞതിന് ശേഷമുള്ള വണ്ടികളാണ് 15 വർഷത്തിന് ശേഷമുള്ള വണ്ടികൾ. ഈ വണ്ടികൾ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ മന്ത്രിയുടെ പ്രസ്താവന തീർച്ചും അത് തെറ്റാണ്. 5 വർഷത്തേക്ക് മുൻകൂട്ടി ടാക്സ് അടയ്ക്കണം. 6,00,000 രൂപ ഒരു മാരുതി 800-ന് 6,00,000 രൂപ ടാക്സ് അടയ്ക്കണം. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം വലിയ ആശങ്കകൾ സൃഷ്ടിക്കുന്നതിനൊപ്പം സാമ്പത്തികമായും പ്രതിസന്ധി ഉണ്ടാക്കുന്നതായാണ് ഉയർന്നുവരുന്ന പ്രതികരണങ്ങൾ. ജനം, കോഴിക്കോട്.